ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. SCRT സീരീസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ തന്നെ. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, 6 ചാപ്റ്റേഴ്സ് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി 7ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന രീതിയിലെ ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ പരിചയപ്പെടാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാർഷിക രംഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ കാർഷിക രംഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ പരിചയപ്പെടുന്നത് നോക്കിയാലോ? നോക്കാം. ഇതാ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചൊരു കൂടിയായിട്ടാണ് മനുഷ്യന്റെ കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങിയ സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായുള്ള സംവിധാനം രൂപപ്പെടുന്നത് അല്ലേ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ഉപജീവനത്തിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാർഷിക ശൈലി കൊണ്ടുവരികയാണ്. അങ്ങനെ കാലക്രമേണ അത് വളർന്നുകൊണ്ട് കമ്പോളത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃഷിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൃഷി രീതികൾ എന്തൊക്കെയാണെന്നും ആ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പരിചയപ്പെടാം. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് കൃഷിയുടെ ഉത്ഭവം എന്താണെന്നാണ്. അതായത് കൃഷിയുടെ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കി വെക്കുക, ഏതാണ്ട് 7000 BCE ആ സമയത്താണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, മനുഷ്യ ഏതാണ്ട് BC 7000-ത്തിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പട്ടോമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ വിവിധ കാലങ്ങളിലായിട്ട് എന്ത് ചെയ്തു, മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയാണ് ചെയ്തത്. പിന്നീട് BC 3000-ത്തിൽ വരികയാണെങ്കിൽ ആ സമയത്ത് സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നത്. ലോകത്താണെങ്കിൽ മെസോപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ ആ ഭാഗങ്ങളിലൊക്കെ അല്ലെ. ഇന്ത്യയിലാണെങ്കിൽ എവിടെയാ, സിന്ധു നദീതടത്തോട് ചേർന്നുകൊണ്ടാണ്. ഓക്കെ, അവിടെ 3000 BCE-യിലാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കാർഷിക സംസ്കാരം വളർന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരമായിട്ടുള്ള മോഹൻജദാരോ, അതേപോലെ തന്നെ ഹാരപ്പ ആ പ്രദേശങ്ങളായിട്ട് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പം മോഹൻജദാരോ, ഹാരപ്പയിലൊക്കെ മെയിനായിട്ടും ഗോതമ്പ്, ബാർലി പോലെയുള്ള ധാന്യങ്ങളാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. കേട്ടല്ലോ. പിന്നെ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് കൃഷി ദക്ഷിണേന്ത്യയിലേക്ക് ആരംഭിക്കുന്നത്. കിട്ടിയോ? അടുത്തത് ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സിമ്പിളാണ്, ഒന്നുമില്ല. ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ എന്ത് വിളിക്കാം, ഉപജീവന കൃഷി. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. പക്ഷെ അടുത്തായിട്ട് ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ ലക്ഷ്യമായിരിക്കുമോ? ഒരിക്കലും അല്ല അല്ലേ. ഓക്കെ, അതല്ല ലക്ഷ്യമല്ല അവിടെ. ഓക്കെ, ലാഭം നേടുക എന്നല്ല ലക്ഷ്യം, ഉപജീവനം മാത്രമാണ് ലക്ഷ്യം. ചില അവസരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാഭത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷെ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിൽക്കുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഓക്കെ, കൈക്കോട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, അതല്ലാതെ നൂതന ആശയങ്ങളൊന്നും അല്ലെങ്കിൽ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഉപജീവന കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു ടേമാണ് കൃഷിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അടുത്ത ടേം സമ്മിശ്ര കൃഷി. ഓക്കെ, സമ്മിശ്രം എന്ന് പറഞ്ഞാൽ എന്താണോ മീനിങ് അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അതായത് ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നത്. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ എന്ത് ചെയ്യുന്നു, ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്ന രീതി. അതോടൊപ്പം അതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ, അവയെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യാവുന്ന രീതിയാണ് എന്ത് പറയുന്നത്, സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ സമ്മിശ്ര കൃഷി എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പക്ഷെ അടുത്തായിട്ട് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതായത് കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം കന്നുകാലികളിൽ നിന്നും തിരിച്ചും ലഭിക്കുന്നുണ്ട്. ചിലവ് താരതമ്യേന കുറവായിരിക്കും. ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ട് എന്തായിരിക്കും, ചിലവൊക്കെ താരതമ്യേന കുറവായിരിക്കും. ഇതാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യം.
ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠപുസ്തകത്തിൽ മെയിനായിട്ടും പരിചയപ്പെടാനുള്ളത്. അടുത്ത നോക്കിയേ, എന്താണ് തോട്ടവിള കൃഷി? ഓക്കെ, പേരിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാര്യം കിട്ടും. ഓക്കെ, അതായത് പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായിട്ടുള്ള തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ തോട്ടവിളകളിലെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക്. ഓക്കെ, അതൊക്കെയാണ് എന്ത്? തോട്ടവിളകളുടെ എക്സാമ്പിൾ. ഓക്കെ, ആദ്യ കാലഘട്ടത്തിലൊക്കെ പരമ്പരാഗതമായിട്ട് നമ്മൾ എന്താ ചെയ്തത്? നെല്ലും മറ്റ് ഭക്ഷ്യവിളകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് തോട്ടവിളകളിലേക്ക് മാറാൻ കാരണം ബ്രിട്ടീഷുകാരുടെ വരവോടെയൊക്കെയാണ്. ഓക്കെ, പിന്നീട് മനസ്സിലാക്കി വെക്കുക, വ്യവസായ വിപ്ലവം തുടങ്ങുകയാണ്. ഓക്കെ, ആ വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു? തോട്ടവിളകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഇന്ത്യയിലേക്കൊക്കെ തോട്ടവിള കൃഷിയൊക്കെ വരുന്നത്. അങ്ങനെ ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ തോട്ടവിള കൃഷിയുടെ പ്രത്യേകത വരുമാനം ഉണ്ടാവും, താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവ്. നിങ്ങൾ കാപ്പിയും തേയിലേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ പ്രത്യേകതകളെ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടുമല്ലോ. അടുത്തത് മറ്റൊരു മെത്തേഡാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. പേര് തന്നെ മനസ്സിലാക്കിയാൽ മതി, അങ്ങനെയാണ് കാര്യം കിട്ടിക്കോളും. എന്തിനു വേണ്ടിയിട്ട്? വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? വാണിജ്യ വിള കൃഷി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപം വേണം. ഓക്കെ, ഉയർന്ന മൂലധന നിക്ഷേപം ഇതിനാവശ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യ ആവശ്യമാണ്. അതേപോലെ തന്നെ ആ രീതിയിലുള്ള സംഭവങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താ? ഉയർന്ന മൂലധനം, ക്യാപിറ്റൽ കൂടുതൽ വേണം. അതേപോലെ തന്നെ പുതിയ ടെക്നോളജീസ് വേണം, ഇതൊക്കെ വേണം. ഓക്കെ, അങ്ങനെ ഇതിന് എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം പോലെയുള്ള വിളകളാണ് വാണിജ്യ വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രത്തോളം വാണിജ്യ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള കിട്ടുമല്ലോ. അടുത്തായിട്ട് നമുക്ക് കാർഷിക വിളകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളും എന്ന രീതിയിൽ രണ്ടായി തരംതിരിക്കുകയാണ്. കാർഷിക വിളകളെ രണ്ടായി തരംതിരിക്കുന്നു: ഭക്ഷ്യവിള, നാണ്യവിള. ഓക്കെ, ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകൾ എന്ത് വിളിക്കാം? ഭക്ഷ്യവിളകൾ എന്ന് വിളിക്കാം. ഓക്കെ, അതേപോലെ തന്നെ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് എന്ത് വിളിക്കാം? നാണ്യവിളകൾ എന്ന് വിളിക്കാം. അതാണ് ഇതിൻ്റെ അതിലെ വ്യത്യാസം. ഓക്കെ, കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, പേരിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഓക്കെ, പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിള നാണ്യവിള, ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷ്യവിള, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയേ. നെല്ല്, ഗോതമ്പ് പോലെയുള്ളതാണ് ഭക്ഷ്യവിളകളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ല. നാണ്യവിളകളാണെങ്കിലോ പരുത്തി, റബ്ബർ പോലെയുള്ള വിളകളാണ് നാണ്യവിളകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഭക്ഷ്യവിള എന്താണ്, നാണ്യവിള എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? അടുത്ത കാര്യം നോക്കിയേ നിങ്ങൾ. അടുത്തായിട്ട് കൃഷി ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ വ്യത്യസ്ത തരം കൃഷികൾ ചെയ്യുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നല്ല ഫലഭൂഷണമായിട്ടുള്ള മണ്ണ് വേണമല്ലോ. രണ്ടാമത്തെ കാര്യം, അനുകൂലമായ കാലാവസ്ഥ. അടുത്തായിട്ട് കാര്യം മനസ്സിലാക്കി വെക്കുക, ജലസേചനം വേണം. അപ്പോൾ എന്തൊക്കെ വേണം? മണ്ണ് വേണം, കാലാവസ്ഥ വേണം, അതേപോലെ തന്നെ ജലസേചനം വേണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്? ഭൂമിശാസ്ത്രപരമായിട്ട് കൃഷി ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അടുത്ത കാര്യം, കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും എന്നൊരു ഭാഗം പറയുന്നുണ്ട്. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, കാർഷികോൽപ്പന്നമായിട്ടുള്ള പരുത്തി തുണി വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു എന്ന് മനസ്സിലാക്കി വെച്ചൂല. ഓക്കെ, അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണെന്ന് പറയാൻ പറ്റും. കിട്ടിയല്ലോ.
അപ്പോൾ പരുത്തി തുണി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായമാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ റബ്ബറിൻ്റെ കാര്യം നോക്കിയേ. റബ്ബറിൻ്റെ അകത്ത് കാര്യം എന്തുണ്ട്? റബ്ബർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ല. അതുകൊണ്ട് തന്നെ അതും ഒരു എന്ത് തന്നെയാണ്? കാർഷിക വ്യവസായമാണെന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ. അടുത്തായിട്ട് കരിമ്പ് പോലെയുള്ള വിളകളും അതേപോലെ തന്നെ ആ രീതിയിൽ നമുക്ക് എന്ത് പറയാം? കാർഷിക അധിഷ്ഠിത വ്യവസായം എന്ന് പറയാം. ഓക്കെ. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കരിമ്പിൽ നിന്നല്ല. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ വ്യവസായങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടേബിളും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. പരുത്തി തുണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, കരിമ്പ് പഞ്ചസാരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ടത്. നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ കുറച്ച് ധാതുക്കളിലേക്കൊന്ന് കിടക്കുകയാണ്. ധാതുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് ധാതുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ, അതിനെന്ത് വിളിക്കാം? ധാതുക്കൾ എന്ന് വിളിക്കാം. എന്തൊക്കെ വരാം? ലോഹ അലോഹ സംയുക്തങ്ങളെയാണെന്ന് പറയുന്നത് ധാതുക്കൾ എന്ന് പറയുന്നത്. നോക്കിയാൽ നിങ്ങൾ ലോഹ ധാതുക്കൾക്ക് എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. ഏതൊക്കെയാ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ലോഹധാതുക്കൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ. പിന്നെ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇന്ധനധാതുക്കൾ എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കണം. അത് കൽക്കരിയും പെട്രോളിയം ഉൾപ്പെടുന്നതാണ് ഏത്? ഇന്ധനധാതുക്കൾ. ഓക്കെ. അതേപോലെ തന്നെ അലോഹധാതുക്കൾ. അലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കി വെച്ചോളണം മൈക്ക, വജ്രം, സിലിക്ക, അതായത് മണല്. ഓക്കെ. ഇതൊക്കെ എന്താ? അലോഹധാതുക്കളാണ്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ലോഹധാതുക്കൾ എക്സാമ്പിൾസ്, അതേപോലെ തന്നെ അലോഹധാതുക്കൾ എക്സാമ്പിൾസ്, അതേപോലെ തന്നെ ഇന്ധനധാതുക്കൾ എക്സാമ്പിൾസ്. അപ്പോൾ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ അകത്ത് ലോഹധാതു ഉണ്ട്, അലോഹധാതു ഉണ്ട്, അതേപോലെ തന്നെ ഇന്ധനധാതുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ. പിന്നെ അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളത് ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളാക്കി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ഓക്കെ. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? കാർഷിക അധിഷ്ഠിത വ്യവസായം പഠിച്ചു. ഇവിടെ ധാതുക്കൾ ഉപയോഗപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ധാതു അധിഷ്ഠിത വ്യവസായം എന്ന രീതിയിൽ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാ? ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ പ്രാഥമിക വ്യവസായം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തെ വിളിക്കുന്ന പേരാണ് വ്യവസായ മേഖലയുടെ നട്ടെല്ല്, പ്രാഥമിക വ്യവസായം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട മറ്റുള്ള ധാതു അധിഷ്ഠിത വ്യവസായം കൂടി ഇത് പരിചയപ്പെടാം. ആദ്യം തന്നെ ഏത് പറഞ്ഞു? ഇരുമ്പുരുക്ക് വ്യവസായം പറഞ്ഞു. പിന്നെ ചെമ്പ് വ്യവസായമുണ്ട്, അലൂമിനിയം വ്യവസായമുണ്ട്. ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇന്ത്യയിലെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എക്സാമ്പിൾ തന്നെയാണ്. കിട്ടുമല്ലോ? മനസ്സിലാവും. ഓക്കെ. അത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് കുറച്ച് ധാതുക്കളും ഉപയോഗമൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക? ധാതുക്കളിൽ ഹേമറ്റൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഹേമറ്റൈറ്റ് അല്ലേ. ഇരുമ്പിൻ്റെ ഒരു അയിരാണ് ഹേമറ്റൈറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എല്ലാം ഇരുമ്പിൻ്റെ ധാതുവാണ്. ഓക്കെ. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക? അത് ഇരുമ്പുരുക്ക് വ്യവസായമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. സിലിക്ക അല്ലെങ്കിൽ മണൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലാസ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ, ഗ്ലാസ് നിർമ്മാണം. ഓക്കെ. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഒരു അയിരാണ് ബോക്സൈറ്റ് അല്ല. വിമാനത്തിൻ്റെ പാർട്സുകൾ, വൈദ്യുത ഉപകരണങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നുണ്ട്? ബോക്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാണെങ്കിൽ ഡുറാലുമിനൊക്കെയാണ് ബോക്സൈറ്റിൻ്റെ ഒരു രൂപാന്തരം തന്നെയാണ്, അലൂമിനിയത്തിൻ്റെ രൂപാന്തരം തന്നെയാണ്. ഇനി വജ്രത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്തിനാണ്? ആഭരണ നിർമ്മാണം തന്നെയാണ് മെയിനായിട്ടും. ഓക്കെ. കൽക്കരി എന്ന് പറഞ്ഞാൽ എന്താ? തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് കൽക്കരി ഉപയോഗിക്കുന്നത്. തീവണ്ടിയിൽ ഇന്ധനമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ല. ഇരുമ്പ് നിർമ്മാണത്തിന് ഒരു അസംസ്കൃത വസ്തുവായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്. പെട്രോളിയം ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? വാഹനങ്ങൾക്കെല്ലാം പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ധാതുക്കളും ഉപയോഗമൊന്നും മനസ്സിലാക്കി വെച്ചുകൊള്ളാം. കിട്ടിയോ? മറ്റൊരു ഭാഗം നമ്മൾ പരിചയപ്പെടുകയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നൊരു ഭാഗം. ഓക്കെ. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഹരിത വിപ്ലവത്തെക്കുറിച്ച് പാഠപുസ്തകത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം നമുക്ക്.
അതിന് തന്നെ ഈ ഭാഗത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാളിലെ ഭക്ഷ്യക്ഷാമമൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. ഓക്കെ, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എന്ത് ചെയ്യാണ്, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതാണ് ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും ബേസ്. ഓക്കെ, അത് ആ സ്വാതന്ത്ര്യം കിട്ടിയതും അതിൻ്റെ മുമ്പേയുള്ള ആ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കി പോവുക. പിന്നീട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ പല രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്യാണ്, പല രീതിയിലുള്ള കാർഷിക രംഗത്തുള്ള വിപ്ലവങ്ങൾ നടക്കുകയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ കാർഷിക രംഗം വിവിധങ്ങളായുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതിനെ തുടർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഭൂപരിഷ്കരണം അതേപോലെ തന്നെ ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ പരിധിക്ക് മുകളിൽ ഭൂമി ഉണ്ടെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും, മിച്ച ഭൂമിയായിട്ട് കണക്കാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഭൂരഹിതരായിട്ടുള്ള കർഷകർക്കും അതേപോലെ തന്നെ കുടിയാന്മാർക്കും വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ രീതിയിലും നമ്മുടെ കാർഷിക രംഗത്തെ ഒന്ന് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ രീതിയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആ രീതിയിൽ ഭൂപരിഷ്കരണത്തിൻ്റെ മാതൃകയായ സംസ്ഥാനമായിട്ട് ആരെ മനസ്സിലാക്കണം, കേരളത്തെ മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ, അതായത് ഭൂപരിഷ്കരണം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം അതേതാ, കേരളമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഭൂപരിഷ്കരണം ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ്. ഓക്കെ, ആ രീതിയിൽ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അതിനുശേഷമാണ് മനസ്സിലാക്കി വെക്കേണ്ടത് ഹരിത വിപ്ലവം എന്നുള്ള സംഭവം. ഓക്കെ, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയുടെ പേരാണെന്ത്, ഹരിത വിപ്ലവം. ഓക്കെ, മെയിനായിട്ട് കൃഷിക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഓക്കെ, കാർഷിക വിപ്ലവം എന്ന രീതിയിൽ കാർഷികത്തിൽ ഈ രീതിയിലൊരു വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം എന്തൊക്കെയാണ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ആണല്ലോ, രാസവളം ഉപയോഗിക്കണം, കീടനാശിനികൾ ഉപയോഗിക്കണം, പുത്തൻ സാങ്കേതിക വിദ്യകൾ വേണം. അപ്പോൾ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ വിപ്ലവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ വിളയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ വിളയിൽ ഏറ്റവും കൂടുതൽ നേട്ടം കണ്ടെത്താൻ പറ്റിയത് ഗോതമ്പ് എന്നുള്ള വിളയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിപ്ലവത്തെ നമ്മൾ ഗോതമ്പ് വിപ്ലവം എന്ന രീതിയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിളവുണ്ടായതിന് ഗോതമ്പിനാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നുണ്ട്, ഗോതമ്പ് വിപ്ലവം എന്നും കൂടെ പരിചയപ്പെട്ടുകൊള്ളാം. നെക്സ്റ്റ്, ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പേരാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഓർത്ത് വെച്ചുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്, അത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. 1925 ആഗസ്റ്റ് 7 അദ്ദേഹം ജനിക്കുന്നത്. വർഷമൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നോർമൻ ബെർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം പരീക്ഷണം നടത്തി. അപ്പോൾ ഇവിടെ ഒരു പേര് പരിചയപ്പെടും നമ്മൾ, നോർമൻ ബെർലോഗ് എന്നുള്ളൊരു പേര്. ഓക്കെ, ആ പേര് പരിചയപ്പെട്ടോളണം. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലാണെങ്കിൽ അത് MS സ്വാമിനാഥനാണെങ്കിൽ ലോകത്തിൽ നോർമൻ ബെർലോഗാണ്. ഓക്കെ, ആ പേര് അവിടെ ക്യാച്ച് ചെയ്തോളണം. ലോകത്തിൽ അതായത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് എടുത്ത് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് നോർമൻ ബെർലോഗാണ്. ഓക്കെ, കിട്ടിക്കൊള്ളണം. പിന്നീട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ ഹരിത വിപ്ലവം ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്, ഉൽപാദനം മുമ്പത്തുള്ള വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, ഇന്ത്യ
ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് തന്നെ രാജ്യം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹം 2023 സെപ്റ്റംബർ 28 അന്തരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും പറഞ്ഞു പോകുന്നു. ജസ്റ്റ് ഒന്ന് വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല വർഷങ്ങൾ, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം. 1925 ജനിക്കുന്നത്, 2023 അദ്ദേഹം അന്തരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. കിട്ടല്ലോ. അടുത്ത കാര്യം, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും പരിമിതികളും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ ധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട്, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങളാക്കി മനസ്സിലാക്കി വെക്കേണ്ടത്. പരിമിതികളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ജലം അമിതമായിട്ട് ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിട്ടില്ലേ, അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂഷ്ഠത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പരിമിതികളായിട്ട് പാഠപുസ്തകത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് ഞാൻ ഈ നോർമൻ ഇ ബെർലോഗിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അതായത് ലോകമെമ്പാടുമുള്ള അനേകായിരം ആൾക്കാരെ ടിനിയിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആണ് ആര്, നോർമൻ ബെർലോഗ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ നോർമൻ ബെർലോഗ് ആണ്. 1914 അദ്ദേഹം അമേരിക്കയിലാണ് ജനിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് 1970 എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്. കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്ത കാര്യം, ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ എന്താന്ന് പരിചയപ്പെട്ടോളാം. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന ഒരു രേഖ. ഓക്കെ, ആ സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് ദാരിദ്ര്യരേഖ. സിമ്പിൾ ഡെഫിനിഷൻ അല്ലേ. ഓക്കെ, ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന ഒരു രേഖ. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ദാരിദ്ര്യത്തിന്റെ പൊതു കാരണങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസര സമത്വം, തൊഴിലില്ലായ്മ, കടബാധ്യത, വർദ്ധിച്ച ജനസംഖ്യ, വിലക്കയറ്റം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എവിടെയുള്ളൂ. അത്ര ഇമ്പോർട്ടൻസ് ഈ ഭാഗത്തിന് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ചോദ്യമായിട്ട് വരികയൊക്കെയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് എഴുതേണ്ട കാര്യങ്ങളൊന്നും ചോദ്യമായിട്ട് ഇവിടെ വരില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് കേട്ട് പോയിക്കോളാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് മറ്റൊരു സൂചികന്റെ കാര്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. അതായത് മൾട്ടി ഡയമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് എന്നാണ് ഇതിന്റെ പേര്, അല്ലെങ്കിൽ MPI. ഓക്കെ, സൂചികയുടെ പേരാണ് മൾട്ടി ഡയമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ്. ആ രീതിയിൽ MPI എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താ MPI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ച ഒരു സൂചിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, OPHI എന്ന് പറയുന്ന സംഘടന, അതേപോലെ തന്നെ UNDP, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ആ രണ്ട് സ്ഥാപനങ്ങളും സംയുക്തമായിട്ടാണ് ഈ സൂചിക എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ എന്തൊക്കെയാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായിട്ട് 12 സൂചികൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ MPI കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. എന്തൊക്കെയാണ്? കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഇതൊക്കെയാണ് 3 തലങ്ങൾ. അതിൻ്റെ അകത്ത് 12 സൂചകങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയല്ലോ. OPHIയും UNDP ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കിട്ടും. പിന്നെ അടുത്തായിട്ട് നെക്സ്റ്റ് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നത് കൂടി പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, MPI കണക്കാക്കുന്നുണ്ട്. ഓക്കെ,
അതിനകത്തുള്ള ഓരോരോ ഇൻഡെക്സുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ പറഞ്ഞു 12 സൂചികൾ എന്ന് പറഞ്ഞില്ലേ, ആ 12 സൂചികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കുക. നമ്മൾ ഇതിൽ ആരോഗ്യത്തിൽ നോക്കുന്നത് പോഷകാഹാരം നോക്കുന്നു, പിന്നെ അടുത്തായിട്ട് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് നോക്കുന്നുണ്ട്, മാതൃആരോഗ്യം നോക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ആരോഗ്യത്തിൽ നോക്കുന്ന ഘടകങ്ങളാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ, ഇതൊക്കെ പരിഗണിക്കുന്നുണ്ട്. ജീവിത നിലവാരമാണെങ്കിലോ പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ 12 സൂചികൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ആ 12 സൂചികളാണ് ഇപ്പം പറഞ്ഞു പോയിരിക്കുന്നത്. കിട്ടുമല്ലോ? അപ്പം അത്രയും കാര്യങ്ങൾ ആ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെച്ചോളാം. അതായത് ഒരുപക്ഷെ ആ ഭാഗത്ത് നിന്ന് ചോദ്യമായിട്ട് ഇങ്ങനെ വരാം, ഇതിൽ ജീവിത നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട സൂചകം ഏത് എന്ന രീതിയിൽ ചോദിക്കാം. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഭാഗത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകാത്തത്. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഭാഗത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ദാരിദ്ര്യത്തിൽ നിന്ന് കയറാൻ എന്ന രീതിയിൽ ഒരു ടോപ്പിക്ക് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്തായിരിക്കും, ഏതൊക്കെ പദ്ധതികളാണ് ആ രീതിയിൽ ദാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ എന്ന രീതിയിലാണ് അടുത്തൊരു കാര്യം നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ നമുക്ക് 3ആയി തരംതിരിക്കാം എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതിൽ പദ്ധതിയുടെ പേരുകളൊന്ന് പരിചയപ്പെട്ടുകൂടാ. ഒന്ന് സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളാണ്. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതികളാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ, രണ്ടാമത്തെ കാര്യം ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ, മൂന്നാമത്തത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഓക്കെ, അപ്പം ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. നോക്കിക്കോ നിങ്ങൾ. ഒന്നാമത്തെ കാര്യം സ്വയം തൊഴിൽ വേതന പദ്ധതികളിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് MGNREGP ആണ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലേ, ആ പദ്ധതി. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഓക്കെ, PMRY ഓക്കെ എന്നുള്ള പദ്ധതി. ഓക്കെ, അതായത് സംഭവം എന്താ, ആ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, തൊഴിൽ അവസരങ്ങളും വരുമാനം ലഭിക്കുന്ന പരിപാടിയാണത്. ഓക്കെ, അല്ലെങ്കിൽ പദ്ധതിയാണത്. ഓക്കെ, ആ പദ്ധതിയുടെ ലക്ഷ്യം അങ്ങനെയാണ്. അതേപോലെ തന്നെ ആ രീതിയിലുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. ജീവനം പദ്ധതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് എന്ത് ചെയ്യുന്നു, ഉപജീവന മാർഗം കണ്ടെത്തുന്ന പദ്ധതിയാണ് ഏത്, ജീവനം പദ്ധതി. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇനി ആവർത്തിക്കാം. ജീവനം പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് എന്ത് ചെയ്യുന്നു, ഉപജീവന മാർഗം കൊടുക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പദ്ധതി പോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി അത്. കിട്ടുമല്ലോ? അടുത്തായിട്ട് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത് പൊതുവിതരണം, അതായത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പൊതുവിതരണ സംവിധാനം. ഓക്കെ, റേഷൻ കടകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്ന പദ്ധതി. ഓക്കെ, PM പോഷൻ എന്നാണ് പദ്ധതിയുടെ ചുരുക്കപ്പേര്. കാര്യം ഇത്രയേ ഉള്ളൂ, 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. ഓക്കെ, അതൊക്കെ എന്തിൽ വരുന്നതാണ്, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അടുത്ത പദ്ധതി എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ്. ഒന്ന് സുഭിക്ഷ കേരളം പദ്ധതി. ഓക്കെ, സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് കേരളത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണിത് സുഭിക്ഷ കേരളം പദ്ധതി. ഓക്കെ, ഭക്ഷ്യസുരക്ഷാ പദ്ധതി തന്നെ ഉൾപ്പെടുന്ന കേട്ടോ. സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്ന ഏതിൽ തന്നെ ഉൾപ്പെടുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ കേരളത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ഇത് സുഭിക്ഷ കേരളം പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏതൊക്കെയെന്ന് നോക്കിക്കും. ഒന്നാമത്തത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയാണ്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയാണ്.
അതേപോലെ തന്നെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓക്കെ, ഇവരുടെ ആദ്യത്തെ 2 പദ്ധതികൾ, അതായത് ദേശീയ സാമൂഹിക സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നീ പദ്ധതികളിൽ മനസ്സിലാക്കി വെക്കേണ്ടത് നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ, ഇൻഷുറൻസ് ഇതൊക്കെ കൊടുക്കുന്ന പദ്ധതിയാണ്. രണ്ടാമത്തെ പദ്ധതി എന്താ? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയല്ലേ? അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ്. ഓക്കെ, ആ രീതിയിൽ നൽകുന്ന പദ്ധതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയല്ലോ? ആ രീതിയിലാണ് നമ്മൾ ഏതിനെ മനസ്സിലാക്കി വെക്കേണ്ടത്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ആ 3 വിഭാഗം പദ്ധതികൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പദ്ധതിയുടെ പേര് മനസ്സിലാക്കി വെക്കുക, കുടുംബശ്രീ എന്നുള്ള പദ്ധതി. ഓക്കെ, അത് ആരംഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1998 മെയ് 17 ലക്ഷ്യം എന്താ? ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. ചോദിച്ചാണ്, അങ്ങനെ തന്നെ ചോദിച്ചാണ്. അപ്പോൾ ദാരിദ്ര്യ ലഘൂകരണമുണ്ട്, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയുണ്ട്. നിലവിൽ വന്നെന്ന 1998 മെയ് 17 മനസ്സിലാക്കി വെച്ചോളാം. ഈ പദ്ധതിയുടെ ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് കാര്യം, ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. കിട്ടുമല്ലോ? ഓക്കെ, അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അപ്പം കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ് എന്നുള്ള കാര്യം കൂടെ ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോയിക്കൊള്ളണം. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ലക്ഷ്യവും ഡേറ്റും ഒക്കെ കിട്ടുമല്ലോ. അടുത്തായിട്ട് ഒരു പദ്ധതിയാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി. ഓക്കെ, അതായത് പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, ആരംഭിച്ചത് 2017-18 കാലഘട്ടത്തിലാണ്. ഓക്കെ, അത് നടപ്പിലാക്കിയത് കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ്. ഓക്കെ, ആ രീതിയിലാണ് പദ്ധതികൾ നടന്നു വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെട്ടു പോകാനുള്ളത്. കൃഷിയായിട്ട് ബന്ധപ്പെട്ടതും ദാരിദ്ര്യത്തിൻ്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മുഴുവൻ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. കുറേ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ കടന്നു വരുന്നുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.